ഇന്ന് ക്രിക്കറ്റുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അജയ് ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇത് കഴിഞ്ഞ് എനിക്ക് വയ്ക്കുന്ന നല്ല അടിപൊളി ഒരു പരിപാടി ഉണ്ടായിരുന്നു. വിൻ്റർ ഡ്രസ്സെല്ലാം മാറ്റി സമ്മർ ഡ്രസ്സ് ആക്കുക എന്നുള്ളത്. ഇവിടെയുള്ള വീടുകളിലൊക്കെ മിക്ക വീടുകളിൽ അരങ്ങേറുന്ന ഒരു കലാപരിപാടി ആട്ടോ ഇത്. വിൻ്റർ ആയി കഴിഞ്ഞാൽ വിൻ്റർ ഡ്രസ്സ്, സമ്മർ ആയി കഴിഞ്ഞാൽ സമ്മർ ഡ്രസ്സ് ഇങ്ങനെ വെക്കുക എന്നുള്ളത്. വാർഡ്രോബിൽ എല്ലാവരുടെയും കൂടെ ഡ്രസ്സ് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെയും അവിയുടെയും ഒക്കെ ഞങ്ങൾ ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റിലാണ് വെക്കുന്നത്. ആദ്യം തന്നെ അവിയുടെ ഡ്രസ്സുകളാട്ടോ സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. അവൻ്റെ ഡ്രസ്സ് ആകുമ്പോൾ കുറേയൊക്കെ കളയാനും കാണും. കാരണം ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം കയറത്ത് പോലുമില്ല. അങ്ങനെ അതെല്ലാം നോക്കി വേണം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് ദാഹിച്ചു. ഞങ്ങൾ പോയിരുന്നല്ല അടിപൊളി വാട്ടർമെലൻ ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ സെക്കൻഡ് റൗണ്ട് അടുക്കി പറക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുക്കി പറക്കാനുള്ളത് മൊത്തം എൻ്റെ ഡ്രസ്സാണ്. ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നത് ഇതുപോലെ സൂട്ട് കേസിൽ തന്നെയാട്ടോ. അടുക്കിപ്പറക്കലിലെല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീട്ടിലിടാനുള്ള ഡ്രസ്സൊന്നും അടുക്കിപ്പറക്കിയിട്ടില്ല. പിന്നെ അതെല്ലാം സോർട്ട് ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സൂട്ട് കേസിൻ്റെ ഒരു വശം ഭയങ്കര ബോറായിട്ടിരിക്കുന്നത്. ഇത് മൊത്തം എപ്പോഴേക്കോ എടുത്തിട്ട് അലങ്കോലമായിട്ട് വെച്ചേക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഞാൻ തന്നെയാണ്. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് അടുക്കി പറക്കിയേക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പരിപാടിയായിട്ടോ. എൻ്റെ സാരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് അലമ്പായിട്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം അടുക്കി പറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും തുണിയുണ്ട് എനിക്കിനി കളയാനായിട്ട്. പിന്നെ ഞാനും അവിയും കൂടി ഇതെല്ലാം കൂടി എടുത്ത് ഒരു ബാഗിൻ്റെ അകത്ത് എടുത്തു വെച്ചു. ഇനി ഇത് കളയാനുള്ളതും ചാരിറ്റി കൊടുക്കാനുള്ളതും ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്നൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. ഇപ്പം എന്താണേലും ഞങ്ങൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. അങ്ങനെ എടുത്ത സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ അടുക്കി പറക്കി തിരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോയി